ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷ കക്ഷിക്കെതിരെ ജനകീയ പ്രക്ഷോഭം. കുടിയേറ്റ മുസ്ലിം വിരുദ്ധ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ പുതിയ യുവജന സംഘടന രൂപവൽക്കരിക്കാനായി വിളിച്ചു ചേർത്ത കൺവെൻഷൻ നടക്കാനിരിക്കെയാണ് ജർമ്മൻ നഗരമായ ഗീസനിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നാസി കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണ് ആൾട്ടർനേറ്റീവ് ഫോർ ഡ്യൂച്ച്ലാൻഡ് ജർമ്മനി എന്ന AfD. അതിരാവിലെ തന്നെ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ നിറഞ്ഞിരുന്നു. പലയിടത്തും ഗതാഗതം തടസ്സമുണ്ടായി. മുദ്രാവാക്യം മുഴക്കിയും പ്രതിഷേധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചും ജനാധിപത്യ പ്രവർത്തകർ നഗരം കീഴടക്കി. ഒരിടത്ത് കല്ലേറുണ്ടായതിനെ തുടർന്ന് പോലീസ് കുരുമുളക് സ്പ്രേ ചെയ്തു. യങ് ആൾട്ടർനേറ്റീവ് എന്ന തീവ്ര വലതുപക്ഷ സംഘടനയാണ് AfDയുടെ യുവജന വിഭാഗമായി അറിയപ്പെട്ടിരുന്നത്. ഇത് പിരിച്ചുവിട്ടാണ് പുതിയ സംഘടന രൂപവൽക്കരിക്കാൻ നിൽക്കുന്നത്. ജനറേഷൻ ജർമ്മനി എന്നായിരിക്കും പുതിയ സംഘടനയുടെ പേര്. നേരത്തെ ഉണ്ടായിരുന്ന യുവജന കൂട്ടായ്മ മാതൃപാർട്ടിയുടെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നുവെന്നും അത് പരിഹരിച്ച് ശരിയായ പോഷക സംഘടന രൂപവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും AfD നേതാക്കൾ പറയുന്നു. യങ് ആൾട്ടർനേറ്റീവിനെ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പായി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. AfDയും ഈ പട്ടികയിലായിരുന്നു. ഫെബ്രുവരിയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ നേടി AfD രണ്ടാമത്തെ വലിയ കക്ഷിയായി മാറി. ചാൻസലർ ഫെഡറിക് മെർസിന്റെ സഖ്യകക്ഷി സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിയുന്ന സാഹചര്യത്തിൽ ഈ നവനാസി പാർട്ടി കൂടുതൽ ശക്തി സംഭരിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. 2010-15 കാലത്ത് കുടിയേറ്റക്കാരുടെ വരവ് ശക്തമായതോടെ ഇതിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയും ഭീതി വിധിച്ചുമാണ് പാർട്ടി വളർന്നു വന്നത്. 2017 ആദ്യമായി പാർലമെന്റിൽ അക്കൗണ്ട് തുറന്നു.